ജൂപ്പിറ്റർ മണി സേവിങ്സ് അക്കൗണ്ട് ഉപയോഗിക്കുന്ന പലരും അക്കൗണ്ടിൽ നിന്നും 352 രൂപ പോയി എന്ന രീതിയിൽ പല വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. അതെന്തിന് ആ ഒരു ചാർജ് എടുത്തു എന്ന് ചോദിച്ചുകൊണ്ടാണ് കമൻറ്റ് ചെയ്യുന്നത്. പലർക്കും അതിന് റീസൺ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു 352 രൂപ ഇപ്പോൾ ഡെബിറ്റ് ആയിരിക്കുന്നത്, അതുപോലെ തന്നെ ജൂപ്പിറ്റർ മണിയുടെ നിലവിലെ സർവീസ് ചാർജുകളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വെൽക്കം ടു അനദർ വീഡിയോ. വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് fino360.com, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ. ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ, ലിങ്ക് ഇൻ ബിലോ. ജൂപ്പിറ്റർ മണി ആണെങ്കിലും ഫൈവ് മണി ആണെങ്കിലും ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഡെബിറ്റ് കാർഡും കാര്യങ്ങളൊക്കെ സൗജന്യമായിരുന്നു. ഇപ്പോൾ നിലവിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ സർവീസ് ചാർജിലും കാര്യങ്ങളിലൊക്കെ ടൈം ടു ടൈം മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ ജൂപ്പിറ്റർ മണിയുടെ കേസിലാണെങ്കിൽ ഇവൻ വിർച്വൽ ഡെബിറ്റ് കാർഡ് കൂടി ചാർജബിൾ ആണ്. വിർച്വൽ ഡെബിറ്റ് കാർഡ് മാത്രമാണെങ്കിലും ചാർജബിൾ ആണ്. ഇപ്പോൾ എടുത്തിരിക്കുന്ന 352 രൂപ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ വിർച്വൽ ഡെബിറ്റ് കാർഡിൻ്റെ ആനുവൽ ചാർജ് ആകാം, ഇല്ലെങ്കിൽ ഫിസിക്കൽ ഡെബിറ്റ് കാർഡിൻ്റെ ആനുവൽ ചാർജ് ആകാം. ഫിസിക്കൽ ഡെബിറ്റ് കാർഡിനും വിർച്വൽ ഡെബിറ്റ് കാർഡിനും ഈ പറഞ്ഞ ജൂപ്പിറ്റർ മണി സർവീസ് ചാർജ്, അതായത് ആനുവൽ മെയിൻ്റെനൻസ് ചാർജ് എടുക്കുന്നുണ്ട്. ആ ഒരു ചാർജാണ് ഇപ്പോൾ 352 രൂപ എടുത്തിരിക്കുന്നത്. ഈ ഒരു ഡെബിറ്റ് കാർഡിൻ്റെ ആനുവൽ ചാർജ് വരുന്ന സമയത്ത് പലരും പറയുന്ന ഒരു കാര്യമാണ്, ഡെബിറ്റ് കാർഡ് ഞാൻ എടുത്തു എന്നേ ഉള്ളൂ, ഉപയോഗിച്ചിട്ടില്ല, ഞാൻ ആക്ടിവേറ്റ് പോലും ചെയ്തില്ല എന്നൊക്കെ. പക്ഷേ ഡെബിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ആനുവൽ ചാർജ് എടുത്തിരിക്കും. നമ്മൾ ആ ഒരു ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ടുണ്ടോ ഉപയോഗിച്ചില്ലയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്യുകയില്ല. കാർഡ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആനുവൽ ചാർജ് നമ്മൾ എല്ലാ വർഷവും കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു ജൂപ്പിറ്റർ മണിയുടെ കേസിൽ ഈ പറഞ്ഞ അതായത് 352 രൂപ ഇൻക്ലൂഡിങ് GST ആണ്. ആ ഒരു ചാർജ് നമുക്ക് വേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭ്യമാണ്. ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് കാർഡ് ഇഷ്യൂ ചെയ്ത ഡേറ്റ് മുതൽ ഒരു വർഷത്തിനുള്ളിൽ നമ്മളുടെ ആ ഒരു ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് മിനിമം 25,000 രൂപയുടെ ഒരു മർച്ചന്റ് ട്രാൻസാക്ഷൻ നടത്തിയിരിക്കണം. സിംഗിൾ ട്രാൻസാക്ഷൻ ആയിട്ടല്ല, മൊത്തത്തിൽ ആ ഒരു വർഷത്തിനുള്ളിൽ കാർഡ് ഇഷ്യൂ ചെയ്ത് ഒരു ആനിവേഴ്സറി ഡേറ്റ് ആവുന്നതിന് മുമ്പ് നമ്മളുടെ ആ ഒരു ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് മിനിമം 25,000 രൂപയുടെയെങ്കിലും മർച്ചന്റ് ട്രാൻസാക്ഷൻ നടത്തിയിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ആനുവൽ ചാർജ് നമുക്ക് വേവ് ചെയ്ത് കിട്ടും ഡെബിറ്റ് കാർഡിൻ്റെ. മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് കാർഡ് ഇഷ്യൂ ചെയ്ത തീയതി മുതൽ ആ ഒരു ആനിവേഴ്സറി ഇയർ ആകുന്നതിന് ഉള്ളിൽ മിനിമം 6 മാസമെങ്കിലും നമ്മൾ ഈ ഒരു ജൂപ്പിറ്റർ മണിയുടെ പ്രോ അക്കൗണ്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, പ്രോ അക്കൗണ്ടായിട്ട് നമ്മൾ അക്കൗണ്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആനുവൽ ചാർജ് വേവ് ചെയ്ത് കിട്ടും. പിന്നെ വരുന്ന മൂന്നാമത്തെ ഓപ്ഷൻ ഈ പറഞ്ഞ രീതിയിൽ കാർഡ് ഇഷ്യൂ ചെയ്ത ഡേറ്റ് മുതൽ അതിൻ്റെ ആനിവേഴ്സറി ഡേറ്റ് വരുന്നതിനിടയിൽ മിനിമം 6 മാസമെങ്കിലും നമ്മൾ സാലറി അക്കൗണ്ട്, ജൂപ്പിറ്റർ മണിയുടെ സാലറി അക്കൗണ്ടായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ അണ്ടറിൽ ഇഷ്യൂ ചെയ്ത ഒരു ഡെബിറ്റ് കാർഡാണെങ്കിൽ നമുക്ക് ഡെബിറ്റ് കാർഡിന് ആനുവൽ ചാർജ് വേവ് ചെയ്ത് കിട്ടും. ഫിസിക്കൽ ഡെബിറ്റ് കാർഡ് ആണെങ്കിൽ കാർഡ് ഇഷ്യൂ ചെയ്ത് സെക്കൻഡ് ഇയർ തൊട്ടായിരിക്കും ആനുവൽ ചാർജ് എടുത്തു തുടങ്ങുന്നത്. അതേസമയം വിർച്വൽ ഡെബിറ്റ് കാർഡ് ആണെങ്കിൽ കാർഡ് ഇഷ്യൂ ചെയ്ത ആ ഒരു ഇയർ മുതൽ തന്നെ ആനുവൽ ചാർജ് എടുക്കും. ഫിസിക്കൽ ഡെബിറ്റ് കാർഡിനും അതുപോലെ തന്നെ വിർച്വൽ ഡെബിറ്റ് കാർഡിനും ആനുവൽ ചാർജ് ആപ്ലിക്കബിൾ ആണ്. ആനുവൽ ചാർജ് ഈ പറഞ്ഞ രീതിയിൽ 300 രൂപ പ്ലസ് GST ആണ്. GST ഇൻക്ലൂഡിങ് വരുമ്പോൾ 352 രൂപയാണ്. കാർഡിൻ്റെ ഇഷ്യൂവൻസ് ഫീസ് നോക്കിക്കഴിഞ്ഞാൽ 299 രൂപ പ്ലസ് GST ആണ് ഫിസിക്കൽ ഡെബിറ്റ് കാർഡിൻ്റെ ഇഷ്യൂവൻസ് ഫീസ്. റീപ്ലേസ്മെൻറ്റ് ഫീസും 299 രൂപ പ്ലസ് GST ആണ്. ഇനി ഒരു ജൂപ്പിറ്റർ മണിയുടെ മറ്റു സർവീസ് ചാർജുകൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇനി ഒരു ജൂപ്പിറ്റർ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റു പ്രധാനപ്പെട്ട സർവീസ് ചാർജുകൾ നോക്കിക്കഴിഞ്ഞാൽ ഓൺലൈൻ പേയ്മെൻറ്റ്, NEFT, RTGS, UPI അതൊന്നും ചാർജ് വരുന്നില്ല, സൗജന്യമാണ്. IMPS ആണെങ്കിൽ ചാർജബിളാണ്. നമുക്ക് ആദ്യത്തെ 5 ട്രാൻസാക്ഷൻ നമുക്ക് സൗജന്യമാണ് ഒരു മാസത്തെ. 6ാമത്തെ ട്രാൻസാക്ഷൻ തൊട്ട് ചാർജ് വരുന്നുണ്ട്. 1 രൂപ മുതൽ 1000 രൂപ വരെയുള്ള പേയ്മെൻ്റ് ആണെങ്കിൽ 2.5 രൂപ പെർ ട്രാൻസാക്ഷനും, 1000 രൂപയ്ക്ക് മുകളിൽ 25,000 രൂപയ്ക്ക് ഇടയിലുള്ള ട്രാൻസാക്ഷൻ ആണെങ്കിൽ 5 രൂപ പെർ ട്രാൻസാക്ഷനും, 25,000 രൂപയ്ക്ക് മുകളിൽ 1 ലക്ഷം രൂപയ്ക്ക് ഇടയിലുള്ള ട്രാൻസാക്ഷൻ ആണെങ്കിൽ 7 രൂപ പെർ ട്രാൻസാക്ഷനും, 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ 2 ലക്ഷം രൂപയ്ക്ക് ഇടയിലുള്ള ട്രാൻസാക്ഷൻ ആണെങ്കിൽ 15 രൂപ പെർ ട്രാൻസാക്ഷനും, 2 ലക്ഷം രൂപയ്ക്ക് മുകളിൽ 5 ലക്ഷം രൂപയ്ക്ക് ഇടയിലുള്ള ട്രാൻസാക്ഷൻ ആണെങ്കിൽ 15 രൂപ പെർ ട്രാൻസാക്ഷനും ചാർജ് ഈടാക്കും. ഇതാണ് IMPSൻ്റെ ചാർജ് വരുന്നത്. പിന്നെ ഡെബിറ്റ് കാർഡിൻ്റെ ചാർജ് ഓൾറെഡി നമ്മൾ കവർ ചെയ്തു. 299 രൂപ പ്ലസ് GST ആണ് ഇഷ്യൂവൻസ് ഫീസും അതുപോലെ തന്നെ റീപ്ലേസ്മെൻറ്റ് ഫീസും. ആനുവൽ ചാർജ് 300 രൂപ പ്ലസ് GST ആണ്. ട്രാൻസാക്ഷൻ ഫീസ് നോക്കിക്കഴിഞ്ഞാൽ ഫെഡറൽ ബാങ്കിൻ്റെ ATM ആണെങ്കിൽ നമുക്ക് അൺലിമിറ്റഡ് ട്രാൻസാക്ഷൻ നടത്താം. കാരണം ഇവരുടെ പാർട്ണർ ബാങ്ക്, ആക്ച്വലി നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ആകുന്നത് ഫെഡറൽ ബാങ്കിലാണ്. അപ്പോൾ ഫെഡറൽ ബാങ്ക് ആയതുകൊണ്ട് തന്നെ ഫെഡറൽ ബാങ്കിൻ്റെ കസ്റ്റമേഴ്സിനൊക്കെ അവരുടെ ATM വഴി നമുക്ക് സൗജന്യമായിട്ട് ഫൈനാൻഷ്യൽ പ്ലസ് നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ചെയ്യാം. അതുകൊണ്ട് തന്നെ ചാർജ് വരുന്നില്ല. അതേസമയം അതർ ബാങ്കിൻ്റെ ATM ആണെങ്കിൽ നമുക്ക് നമ്മളുടെ അക്കൗണ്ട് വേരിയൻറ്റിന് അനുസരിച്ചാണ് ഫ്രീ ലിമിറ്റ് വരുന്നത്. ബേസിക് അതുപോലെ തന്നെ പ്രോ യൂസർ ആണെങ്കിൽ നമുക്ക് അതർ ബാങ്കിൻ്റെ ATMൽ 3 ട്രാൻസാക്ഷനാണ് ഒരു മാസം സൗജന്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുക. മെട്രോ ഏരിയയിലാണ് ഈ ഒരു 3 എന്നുള്ള ലിമിറ്റ് വരുന്നത്. നോൺ മെട്രോ ഏരിയ ആണെങ്കിൽ നമുക്ക് 5 ട്രാൻസാക്ഷൻ സൗജന്യമായിട്ട് ചെയ്യാം. സാലറി അക്കൗണ്ട് ഹോൾഡേഴ്സ് ആണെങ്കിൽ നമുക്ക് 10 ട്രാൻസാക്ഷൻ നമുക്ക് സൗജന്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും നോൺ ഫെഡറൽ ബാങ്കിൻ്റെ ATMൽ ഒരു മാസം. ഈ ഒരു ഫ്രീ ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ, അതായത് ക്യാഷ് വിഡ്രോവൽ പോലുള്ള ട്രാൻസാക്ഷൻ ആണെങ്കിൽ 21 രൂപ പ്ലസ് GST. നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ലൈക്ക് ഇപ്പോൾ ബാലൻസ് എൻക്വയറി അങ്ങനെയുള്ള ട്രാൻസാക്ഷൻ ആണെങ്കിൽ
11 രൂപ പ്ലസ് GSTയും ചാർജ് ഈടാക്കും. പിന്നെ ഇന്ത്യക്ക് വെളിയിൽ മറ്റു രാജ്യങ്ങളിൽ നിന്നും നമ്മൾ ഈ ഒരു ഇവരുടെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് ATMൽ നിന്നും ക്യാഷ് വിഡ്രോ ചെയ്യുമ്പോൾ ക്യാഷ് വിഡ്രോവൽ ചാർജ് ആപ്ലിക്കബിൾ ആണ്. പെർ ക്യാഷ് വിഡ്രോവലിന് 200 രൂപ പ്ലസ് GSTയും പിന്നെ അതിനോടൊപ്പം തന്നെ 3.5% നമ്മൾ വിഡ്രോ ചെയ്യുന്ന എമൗണ്ടിൻ്റെ 3.5% പ്ലസ് GST ഫോറക്സ് ചാർജും ഈടാക്കും. പിന്നെ ഇന്ത്യക്ക് വെളിയിൽ അതായത് മറ്റു രാജ്യങ്ങളിൽ ATMൽ നിന്ന് നമ്മൾ ബാലൻസ് എൻക്വയറി പോലുള്ള അല്ലെങ്കിൽ മിനി സ്റ്റേറ്റ്മെൻറ്റ് പോലുള്ള നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞാൽ ഓരോ എൻക്വയറിക്കും 25 രൂപ പ്ലസ് GST ചാർജ് ഈടാക്കും. പിന്നെ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ വരുന്ന ഫോറക്സ് ചാർജ് നോക്കിക്കഴിഞ്ഞാൽ പ്രോ അക്കൗണ്ട് ആണെങ്കിൽ ഒരു മാസത്തെ അപ് ടു 25,000 രൂപ വരെയുള്ള ട്രാൻസാക്ഷന് ഫോറക്സ് ചാർജ് വരുന്നില്ല. സാലറി അക്കൗണ്ട് ആണെങ്കിൽ ഒരു മാസത്തെ 1 ലക്ഷം രൂപ വരെയുള്ള എമൗണ്ടിന് ഫോറക്സ് ചാർജ് വേവ് ചെയ്ത് കിട്ടും. ഈ ഒരു ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 3.5% പ്ലസ് GST ഈ പറഞ്ഞ ഫോറക്സ് ചാർജ് ആയിട്ട് ഈടാക്കും. ബേസിക് അക്കൗണ്ട് നോർമൽ അക്കൗണ്ട് വേരിയൻ്റ് ആണെങ്കിൽ പ്രത്യേകിച്ച് ലിമിറ്റോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ നടത്തുന്ന എത്ര എമൗണ്ടിൻ്റെ ട്രാൻസാക്ഷൻ ആണെങ്കിലും അതിന് 3.5% പ്ലസ് GST ചാർജ് ഈടാക്കും. ഈ ഒരു ഫോറക്സ് ചാർജ് നമുക്ക് യൂസ് ചെയ്യാനുള്ള ക്രൈറ്റീരിയ നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി ആദ്യം ഈ ഒരു ചാർജ് എടുക്കും. അതിനുശേഷം നമുക്ക് ആ ഒരു എടുത്ത ചാർജ് റിവേഴ്സ് ചെയ്യുന്ന രീതിയാണ് ഇവർ ഫോളോ ചെയ്യുന്നത്. പിന്നെ നമ്മൾ അക്കൗണ്ടിൽ നിന്ന് ഫണ്ട് എടുക്കാനൊക്കെ നോക്കുന്ന സമയത്ത് ഇൻസഫിഷ്യൻറ്റ് ഫണ്ട് മൂലമോ ഇല്ലെങ്കിൽ മറ്റു കാരണങ്ങൾ കൊണ്ടോ ട്രാൻസാക്ഷൻ ഫെയിൽ ആയി കഴിഞ്ഞാൽ ഇന്ത്യക്കുള്ളിൽ ആണെങ്കിൽ 25 രൂപ പ്ലസ് GST ഓരോ ഇൻസ്റ്റൻസിനും സർവീസ് ചാർജ് ഈടാക്കും. ട്രാൻസാക്ഷൻ ഡിക്ലൈൻ ചാർജ് ആയിട്ട് ഈടാക്കും. പിന്നെ ഇൻവാലിഡ് CVV, ഇൻകറക്റ്റ് പിൻ അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടാണ് ട്രാൻസാക്ഷൻ ഡിക്ലൈൻ ആകുന്നതെങ്കിൽ ആദ്യത്തെ 2 ട്രാൻസാക്ഷൻ ഒരു മാസത്തെ ആദ്യത്തെ 2 ട്രാൻസാക്ഷൻ്റെ ചാർജ് ഇല്ല. മൂന്നാമത്തെ ഡിക്ലൈൻ തൊട്ട് ചാർജ് ഈടാക്കും. പെർ ഇൻസ്റ്റൻസിന് 25 രൂപ പ്ലസ് GST ചാർജ് ഈടാക്കും. ഇൻ്റർനാഷണൽ ആണെങ്കിൽ 200 രൂപ പ്ലസ് GSTയും ഈടാക്കും. പിന്നെ ചെക്ക് ബുക്കിൻ്റെ ചാർജ് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ചെക്ക് ബുക്ക് 5 ലീവ്സ് അടങ്ങിയ ഫസ്റ്റ് ചെക്ക് ബുക്ക് സൗജന്യമാണ്. അഡീഷണൽ വേണമെന്നുണ്ടെങ്കിൽ ഓരോ ചെക്ക് ബുക്കിനും 5 ലീവ്സ് അടങ്ങിയ ഓരോ ചെക്ക് ബുക്കിനും 100 രൂപ പ്ലസ് GST ചാർജ് കൊടുക്കണം. ഫുൾ KYC കസ്റ്റമേഴ്സിനെ ചെക്ക് ബുക്ക് ഇഷ്യൂ ചെയ്യുകയുള്ളൂ. പിന്നെ 1 ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഫ്രീ ആണ് ഒരു വർഷത്തിൽ. അത് കഴിഞ്ഞാൽ ചാർജബിൾ ആണ്. ഡിമാൻഡ് ഡ്രാഫ്റ്റിൻ്റെ ചാർജ് ഈ കാണുന്നതാണ്. അപ് ടു 5,000 രൂപ വരെ 30 രൂപയും 5,000 രൂപയ്ക്ക് മുകളിൽ 10,000 രൂപ വരെ 50 രൂപയും ഇനിയിപ്പോൾ 10,000 രൂപയ്ക്ക് മുകളിൽ 1 ലക്ഷം രൂപ വരെ 4 രൂപയും ഓരോ 1,000 രൂപയ്ക്ക് 4 രൂപയും 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഉള്ള DD ആണെങ്കിൽ ഓരോ 1,000 രൂപയ്ക്ക് 4 രൂപയും ചാർജ് ഈടാക്കും. മാക്സിമം 10,000 രൂപ. പിന്നെ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചാർജാണ് RTGS അതുപോലെ NEFT ട്രാൻസ്ഫർ. ബ്രാഞ്ച് വഴിയുള്ള RTGS ആണെങ്കിൽ 2 ലക്ഷം രൂപയ്ക്ക് മുകളിൽ 5 ലക്ഷം രൂപ വരെ പെർ ട്രാൻസാക്ഷൻ 20 രൂപ പ്ലസ് GSTയും 5 ലക്ഷം രൂപയ്ക്ക് മുകളിലാണെങ്കിൽ 45 രൂപ പ്ലസ് GSTയും ചാർജ് ഈടാക്കും. ബ്രാഞ്ച് വഴിയുള്ള NEFT ട്രാൻസാക്ഷൻ ആണെങ്കിൽ 1,000 രൂപ വരെ 2 രൂപയും 1,000 രൂപയ്ക്ക് മുകളിൽ 1 ലക്ഷം രൂപ വരെ 4 രൂപയും 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ 2 ലക്ഷം രൂപ വരെ 14 രൂപയും 2 ലക്ഷം രൂപയ്ക്ക് മുകളിലാണെങ്കിൽ 20 രൂപ പ്ലസ് GSTയും പെർ ട്രാൻസാക്ഷന് ചാർജ് ഈടാക്കും. പിന്നെ ബ്രാഞ്ചിൽ പോലുള്ള അഡ്രസ് കൺഫർമേഷൻ, ഫോട്ടോ അറ്റസ്റ്റേഷൻ, ബാലൻസ് കൺഫർമേഷൻ, സിഗ്നേച്ചർ വെരിഫിക്കേഷൻ, ചെക്ക്, ഇലക്ട്രോണിക് ക്ലിയറിംഗ് സർവീസസ്, ഡിമാൻഡ് ഡ്രാഫ്റ്റ്, ക്യാൻസലേഷൻ, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെയുള്ള സർവീസുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വർഷം 5 തവണ സൗജന്യമായിട്ട് നമുക്ക് ബ്രാഞ്ച് വഴി ഈ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം. എനി റിക്വസ്റ്റ് മൊത്തത്തിലാണ് അല്ലാതെ ഓരോന്നിനും 5 എന്നല്ല, ഈ പറഞ്ഞ എല്ലാത്തിനും കൂടി ഒരു വർഷം നമുക്ക് 5 ഫ്രീ വിസിറ്റ് ആണുള്ളത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോന്നിനും 100 രൂപ പ്ലസ് GST ചാർജ് ഈടാക്കും. പിന്നെ മ്യൂച്വൽ ഫണ്ട്, SIP അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് അത് ഫെയിൽ ആയി കഴിഞ്ഞാൽ സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷൻ ഫെയിൽ ആയി കഴിഞ്ഞാൽ പെർ ഇൻസ്റ്റൻസിന് 100 രൂപ ഈടാക്കും. ഒരു മാസത്തെ ആദ്യത്തെ റിട്ടേണിന് മാത്രമേ ചാർജ് ഈടാക്കുകയുള്ളൂ. റിക്കറന്റ് ഡെപ്പോസിറ്റ്, മ്യൂച്വൽ ഫണ്ട് പോലുള്ള സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷൻ സെറ്റ് ചെയ്തിട്ട് ഫെയിൽ ആയി കഴിഞ്ഞാലാണ് ഇങ്ങനെ വരുന്നത്. ഒരു മാസത്തെ ആദ്യത്തെ ട്രാൻസാക്ഷന് മാത്രം 100 രൂപ പെർ ഇൻസ്റ്റൻസ് ചാർജ് ഈടാക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ EMI പോലുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു, അതായത് ECS അതുപോലെ തന്നെ NSCH ഡെബിറ്റ് ഫെയിലിയർ ആണെങ്കിൽ നമുക്ക് ചാർജ് വരുന്നത് 250 രൂപ പ്ലസ് GST ആണ് ഒരു മാസത്തെ ആദ്യത്തെ റിട്ടേൺ. സെക്കൻഡ് റിട്ടേൺ തൊട്ട് ആ മാസത്തെ സെക്കൻഡ് ഫെയിലിയർ തൊട്ട് ഓരോ ഇൻസ്റ്റൻസിനും 500 രൂപ പ്ലസ് GST ഈടാക്കും. പിന്നെ അക്കൗണ്ട് ക്ലോഷർ ചാർജ് വരുന്നത് നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് 14 ദിവസത്തിനുള്ളിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ചാർജ് വരുന്നില്ല. 14 ദിവസത്തിനും 180 ദിവസത്തിനും ഇടയിലാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ 299 രൂപ പ്ലസ് GSTയും. ഇനിയിപ്പോൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് 180 ദിവസത്തിന് ശേഷമാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ ചാർജ് ഈടാക്കുകയില്ല. നിങ്ങളൊരു ജൂപ്പിറ്റർ മണിയുടെ കസ്റ്റമർ ആണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യുക. ഞാൻ പേഴ്സണലി ജൂപ്പിറ്റർ മണി ആണെങ്കിലും 5 മണി ആണെങ്കിലും ഒക്കെ എടുത്തിരുന്നു. അത് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് പിന്നെ സർവീസ് ചാർജൊക്കെ പയ്യെ കൂടി വന്ന സമയത്ത് ഞാൻ ക്ലോസ് ചെയ്തിരുന്നു. ഇപ്പം നിലവിൽ യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യുക. നിങ്ങളിപ്പോഴും ആക്റ്റീവായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോടുകൂടി